അന്ത്യോക്യൻ ക്രമം എന്നൊരു ക്രമം ഇല്ല. അത് ജെറുസലേമിൻ ക്രമമാണ്. ട്രൂത്ത് റിവീൽഡ് ഫോർ പബ്ലിക് അവെയർനെസ് ബൈ കേട്ടില്ലേ കോട്ടയത്ത് ഒരു ഫാമിലി ചാനൽ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അടിച്ചുമാറ്റി ഉപയോഗിക്കുന്നു എന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ നിന്ന് 2002 പിരിഞ്ഞവർ സൊസൈറ്റീസ് ആക്ട് ഉപയോഗിച്ച് പുത്തൻകുരിശിൽ ചെന്ന് സ്ഥാപിച്ച യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭ എന്ന പാശ്ചാത്യ സുറിയാനി ഓർത്തഡോക്സ് സഭ പറയുന്ന അന്ത്യോക്യയിലെ പാശ്ചാത്യ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ മാർ യാക്കോബിൻ്റെ വിശുദ്ധ കുർബാനയും പ്രാർത്ഥനകളും ഗീതങ്ങളും യഥാർത്ഥത്തിൽ ജെറുസലേമിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ മാർ യാക്കോബിൻ്റെ വിശുദ്ധ കുർബാന ക്രമത്തിൻ്റെ, അതായത് സെൻറ്റ് ജെയിംസ് ലിറ്റർജി അഥവാ ലിറ്റർജിയ സാങ്ക്ടി ജാക്കോബി എന്നതിൻ്റെയും പ്രാർത്ഥനകളുടെയും ഗീതങ്ങളുടെയും പാശ്ചാത്യ സുറിയാനി തർജ്ജമയാണ്. സെൻറ്റ് ജെയിംസ് ലിറ്റർജിയെ റോമൻ പോപ്പ് ലിറ്റർജിയ സാങ്ക്ടി ജാക്കബി എന്ന് ലാറ്റിനിൽ വിളിച്ചപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ നന്നായി പരിജ്ഞാനമുള്ള കാർമലൈറ്റ് കാത്തലിക് മിഷണറിമാരും പിന്നീട് ഡച്ചുകാർക്ക് ശേഷം വന്ന ബ്രിട്ടീഷുകാരും അതിനെ ജാക്കബൈറ്റ് ലിറ്റർജി എന്ന് കളിയാക്കി വിളിച്ചു. അതിൻ്റെ മലയാളമാണ് യാക്കോബായ കുർബാനക്രമം എന്ന പ്രയോഗം. ജെറുസലേമിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിൽ കൗൺസിൽ ഓഫ് കാൽസഡോൺ അഥവാ കൽക്കഡോൺ കൗൺസിൽ അംഗീകരിക്കാതിരുന്ന ന്യൂനപക്ഷം പൗരസ്ത്യ സുറിയാനി സംസാരിക്കുന്ന പ്രദേശത്ത് കുടിയേറിപ്പാർത്ത് പള്ളി സ്ഥാപിച്ച് കാലങ്ങളായപ്പോൾ കുർബാനക്രമത്തിൻ്റെയും പ്രാർത്ഥനകളുടെയും ഗീതങ്ങളുടെയും ഉൾപ്പെടെ ഭാഷ ഗ്രീക്കിൽ നിന്നും പൗരസ്ത്യ സുറിയാനിയിലേക്ക് മാറ്റി. ഒപ്പം മാർ ആദായി, മാർ മാരി എന്നിവരുടെ വിശുദ്ധ കുർബാനക്രമവും പ്രാർത്ഥനകളും ഗീതങ്ങളും പൗരസ്ത്യ സുറിയാനിയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ അന്ത്യോക്യൻ കത്തോലിക്ക, ബൈസന്റൈൻ, നെസ്റ്റോറിയൻ വൽക്കരണങ്ങളിൽ അകപ്പെടാതെ മിയാഫസൈറ്റ് പാരമ്പര്യത്തിന് ഉതകും വിധം പുനഃക്രമീകരിച്ചു. അങ്ങനെ സഭയുടെ നാമം എത്താദ് തെരസാ ഷെവഹ സുറിയായാത് മദൻഹ അഥവാ പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നായി. ഈ പൗരസ്ത്യ സുറിയാനിയാണ് AD 825 ഈ സഭയിലെ തിരുമേനിമാരും അൽമായരും മലങ്കരയിലെത്തിയപ്പോൾ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് സമ്മാനിച്ചത്. പിന്നീട് യുദ്ധത്തെ തുടർന്ന് പേർഷ്യയിലെ പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭ നാമാവശേഷമായെങ്കിലും അതിനു മുൻപ് ഈ സഭയിൽ നിന്ന് മലങ്കരയിലെത്തിയ പട്ടക്കാരും മേൽപ്പട്ടക്കാരും അൽമായരായ കണ്ണുവൈദ്യന്മാരും കച്ചവടക്കാരും വ്യവസായ ഉടമകളുമായ തരിസായി സമുദായം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുമായി ലയിച്ച് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എത്താദ് മലങ്കര തരിസാ ശിവഹ സുറിയായാത് മദൻഹ അഥവാ പൗരസ്ത്യ മലങ്കര ഓർത്തഡോക്സ് അഥവാ സത്യ സുറിയാനി സഭയായി പരിണമിക്കുകയും ചെയ്തു. AD 825 മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് ലഭിച്ച 3 പൗരസ്ത്യ സുറിയാനി വിശുദ്ധ കുർബാനക്രമങ്ങളും 1876 മുളന്തുരുത്തി സുന്നഹദോസ് വഴി അന്നത്തെ അന്ത്യോക്യൻ പാത്രിയർക്കീസ് മലങ്കരയിലെത്തി നിർത്തലാക്കിയെങ്കിലും ഈ ക്രമങ്ങളിൽ മാർ യാക്കോബിൻ്റെ പൗരസ്ത്യ സുറിയാനിയിലുള്ള ഓർത്തഡോക്സ് വിശുദ്ധ കുർബാനക്രമം പാശ്ചാത്യ സുറിയാനിയിലേക്ക് തർജ്ജമ ചെയ്യിച്ചു എങ്കിലും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ നേരത്തെ തന്നെ പൗരസ്ത്യ സുറിയാനിയിൽ നിന്ന് ഭാരതീയ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത് കയ്യെഴുത്ത് രൂപത്തിലും വാമൊഴിയായും ഉപയോഗിച്ച ഗീതങ്ങളും പ്രാർത്ഥനകളും നിർത്തലാക്കാൻ അദ്ദേഹത്തിനായില്ല. പിന്നെ മാർ ആദായി, മാർ മാരി എന്നിവരുടെ പൗരസ്ത്യ സുറിയാനിയിലുള്ള വിശുദ്ധ കുർബാനക്രമം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ നോൺ ആൻറ്റിയോക്യൻ മിയാഫസൈറ്റ് ഓർത്തഡോക്സ് വിശ്വാസത്തിന് ഉതകും വിധം 2010 ബ്രഹ്മവാർ ഭദ്രാസനത്തിൽ പുനഃസ്ഥാപിച്ചു.